ബൊക്കാറോ ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴാണ് കാണുന്നത്. ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഒരു പറയുമല്ലോ, ഡ്യൂട്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ. എനിക്കവിടെ ഡ്യൂട്ടി അല്ലായിരുന്നു, ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെ സീനിയർ രത്നമ്മക്ക് ഏതായാലും കോൾ അടിച്ചു. കാരണം വേറെയൊന്നും അല്ല, ചുളിവിലങ്ങ് വൈറലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നമ്മ കണ്ടത് എന്ന് പറഞ്ഞാൽ 88-ലാണ്. അപ്പൊ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ രത്നമ്മ എവിടെയായിരുന്നു? ഒന്നും വേണ്ട, അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ച് കിടക്കുന്ന സുകുമാരക്കുറുപ്പ് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ചെയ്യില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ പിടിച്ചു വെക്കത്തില്ലേ? എന്നിട്ട് അയാൾ രക്ഷപ്പെടാനൊക്കെ സഹായിച്ച്. എന്നാൽ ശരി കുറുപ്പേട്ട, ബൈ ബൈ, പിന്നെ കാണാം ഏട്ടാ കുറുപ്പേട്ട എന്ന് പറയുകയും ചെയ്ത്. കുറുപ്പേട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, വളരെയധികം സന്തോഷം മോളെ എന്ന് പറഞ്ഞ് പിന്നീട് കുറുപ്പേട്ടനാർന്ന് മുങ്ങി എന്നാണ് പറയുന്നത്. അതായത് 88-ൽ. എന്നിട്ട് ചേച്ചി ഇപ്പോഴാണ് വന്ന് പറയുന്നത്. അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ ശരിക്കും ചിരിയാണ് വരുന്നത് എൻ്റെ ഭഗവാൻ ഇത് കേൾക്കുമ്പോഴേ. അതായത് ഇനിയിപ്പോഴും നാളെ ഓരോരുത്തന്മാർ വന്ന് പറയുന്നത് എന്താ അറിയാം, ഞാൻ 84-ൽ കണ്ടിട്ടുണ്ട്, 83-ൽ കണ്ടിട്ടുണ്ട്, 82-ൽ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറയും. സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ 84-ലാണ്. ചിലപ്പോൾ 83-ൽ കണ്ടാൾ വരെ ഉണ്ടാകും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോഴേ സുകുമാരക്കുറുപ്പിന്റെ മുഖച്ചായുള്ള എല്ലാവരും സൂക്ഷിച്ചോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഇടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുഖച്ചായുള്ളവന്മാർ, അതായത് ഇത്ര പോലെ ഊശാന്താടിയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചോ. കാരണം പോലീസ് നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോഴും കുറച്ചു കാലം സുകുമാരക്കുറുപ്പാണ് നമ്മുടെ മാധ്യമ ലോകം ഇങ്ങനെ ഭരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന രത്നമ്മ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് മറച്ചു വെച്ചത്? അപ്പൊ രത്നമ്മ കണ്ടത് ഇനി ശരിയാണെന്ന് ഇരിക്കട്ടെ, ഈ മനുഷ്യൻ ഇനിയിപ്പോ 80 വയസ്സുള്ള ഈ മനുഷ്യനെ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് നാട്ടുകാരുടെ ചെലവിൽ വീണ്ടും വീണ്ടും തീറ്റി പോറ്റണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും കൂടി വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒരു 5 വർഷം കൂടി ജീവിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷവും കൂടി ജീവിക്കും. അതിൽ കൂടുതലൊന്നും ജീവിക്കത്തില്ലല്ലോ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തീട്ടവും മൂത്രമാണെന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ തന്നെ കോരേണ്ടി വരും. കാരണം എന്താ, ഓർമ്മശക്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രായം ബാധിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും കാലം ഭയന്ന് ജീവിച്ചതല്ലേ. അയാൾക്ക് കിട്ടാനുള്ള ശിക്ഷകൾ മുഴുവൻ കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ ഒളിവിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ശിക്ഷ തന്നെയാണ്. അയാൾക്ക് ഇപ്പോഴും സുഖമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഭാര്യയുടെയും മക്കളുടെയൊക്കെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ എന്ത് ചെയ്തു വെച്ചാൽ അന്ന് തന്നെ അങ്ങ് മുങ്ങിക്കളഞ്ഞു. അയാൾ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒരാൾക്ക് പോലും അറിയില്ല. ചില ആൾക്കാർ പറയുന്നത് എന്താ, കുവൈത്തിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു, കുവൈത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ നാട്ടിലാണോ, നാട്ടിൽ എവിടെയാ? അപ്പൊ ഞാൻ പറഞ്ഞു ആലപ്പുഴ. ഓ ആലപ്പുഴ, നിങ്ങൾ എവിടെയാ? ഞാനും ആലപ്പുഴയാണ്. കുറുപ്പേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോഴേ അതേ കുറുപ്പേട്ടനാണ്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു എന്താ വെച്ചാൽ ഭാര്യ കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഫാമിലി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും മുഴുവൻ ഇയാൾ പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള അടിച്ച വിടലുകള് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ കാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ജാർഖണ്ഡിൽ കണ്ടു, കൽക്കത്തയിൽ കണ്ടു, ഞാൻ നേഴ്സായി ഇരിക്കുമ്പോൾ അവിടെ ICUയിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രഹസനമായിട്ട് മാത്രമേ ഞാൻ ഇത് കാണുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഇതറിയാത്ത കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ, അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെ ഓടിയിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് വേണ്ടിയിട്ട് ആ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് ഏറ്റവും കിട്ടാവുന്ന ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അയാൾ ഒളിവിൽ കഴിഞ്ഞു. ഇനി അയാൾ എവിടെയാണ്, കുടുംബമുണ്ട്, ഇതൊന്നും അറിയില്ല, ഒരു മനുഷ്യന് പോലും അറിയില്ല. ഇവിടെ ഇപ്പോഴെന്താണ്, പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റിട്ടയർഡ് കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നത് ഞാൻ സുകുമാരക്കുറുപ്പിന്റെ പുറകെ ഉണ്ടായിരുന്നു, ഒരു കൈ അകലത്തിൽ വെച്ചിട്ടല്ലേ അയാൾ മിസ്സായത് എന്നൊക്കെ പറഞ്ഞു. അയാൾ നല്ല വ്യൂസ് ഉണ്ടാക്കി, അതുകൊണ്ട് അയാൾ നല്ല പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ്. അതായത് അന്വേഷണ സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുളുവിടുക. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിലിനിപ്പോൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? രഹസ്യമായിട്ട് അന്വേഷിക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ് ലോകത്തിലെ പത്രങ്ങളിൽ മുഴുവൻ കൊടുത്ത് ജാർഖണ്ഡിലുള്ള സുകുമാരക്കുറുപ്പിപ്പോഴേ ഇനി ജമ്മു കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ഇവരെ കിട്ടാൻ പോകുന്നില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കറ. അതായത് അയാൾ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടാകും. അയാൾ ഇത്രയും വാർത്തകളും കാര്യങ്ങളൊക്കെ അയാളെ പറ്റിയിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ രത്നമ്മ എല്ലാം പറഞ്ഞു കൊടുത്ത് ശരിയാണ്. ഇത് രത്നമ്മ ഒന്ന് ഫേമസ് ആയി, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പ് ആണെന്ന് അങ്ങ് പോയിട്ടുണ്ടാവില്ലേ. രത്നമ്മ എന്താ ചെയ്യേണ്ടത്? എന്നാൽ വളരെ രഹസ്യമായിട്ടൊരു മൊഴി കൊടുക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, കുറുപ്പ് അവിടെ തന്നെ ഉണ്ടാകും. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 82-ൽ കണ്ട കുറുപ്പിനെ അവിടെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ കുറുപ്പിന്റെ ഒരു പൂട പോലും കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു.
കുറുപ്പല്ല, കുറുപ്പിന്റെ അപ്പൻ്റെ അപ്പൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്നിട്ടാണ് പറയുന്നത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പ്രശ്നം എന്താ അറിയാ, ഇനിയിപ്പോ ജീവിച്ചിരിപ്പുണ്ട്, കുറുപ്പ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണും. അതാണ്. അതായത് ഇനിയിപ്പോഴും എല്ലാവരും കൂടി തപ്പിപ്പിടിച്ച് ജാർഖണ്ഡിൽ ഇവർ പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേ അവിടെ മറ്റേ നമ്മുടെ ഇതില്ലേ വിജയിന്റെ സിനിമയില്ലേ ഇന്നിസി പാടി വരും, ആ ഒരു 82-ലുള്ള സ്ഥലമൊന്നും ആയിരിക്കൂല അത്. അതൊക്കെ ചിലപ്പോൾ ഹൈവേ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആൾക്കാരോടെയൊക്കെ ഏടിയാ കുറിപ്പിരുന്ന സ്ഥലം ഇതാണ്. ഇപ്പോഴും പക്ഷേങ്കിൽ അതിന്റെ മുകളിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നതെന്ന് പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇതിന്റെ അകത്തൊന്നും ഒരു കാര്യവും ഇല്ലടോ. അപ്പൊ 84-ൽ ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ വധിച്ചിട്ടാണ് ഈ പഹ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിൽ പോകുന്നത്. ഇവന്റെ കൂടെയാണെങ്കിൽ 3-4 ആൾക്കാരുണ്ട്. മലപ്പുറത്തുള്ള ഒരു ഷാഹുലോ, അതുപോലെ തന്നെ ഇയാളുടെ അളിയനുണ്ട്, പിന്നെ ഡ്രൈവർ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കീഴടങ്ങി. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയും വാങ്ങിച്ചു. ബാക്കിയുള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടു കൂടി ജീവിച്ച് അവരൊക്കെ മരണപ്പെട്ടു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ ഷാഹുൽ ഉണ്ടോന്ന് അറിയില്ല, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അപ്പോ അങ്ങനെയുള്ള ഒരു കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാലം അത്രയും കുറുപ്പ് ഒളിവിലുണ്ടെങ്കിൽ അയാൾ എനിക്ക് തോന്നുന്നില്ല. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അയാളുടെ ഭാര്യനെ കാണാൻ പറ്റൂല, മക്കളെ കാണാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസുകൾ നിരീക്ഷിക്കുന്നുണ്ടാകും. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അയാളുടെ കുടുംബത്തെ നോക്കിയാൽ പോലെ അയാളുടെ കുടുംബത്ത് വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്, അതൊക്കെ നിരീക്ഷിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു മലയാളി യുവതിയെ ഗുജറാത്തിൽ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മുങ്ങുന്നു. അയാൾ ബാംഗ്ലൂരിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പുതിയൊരു കുടുംബം ഉണ്ടാക്കുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാഷായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്തു കൊണ്ടിരുന്ന് 18 വർഷം അയാൾ ഒളിവിൽ കഴിയുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അമ്മയ്ക്ക് വരുന്ന ചില ഫോൺ കോളുകൾ, ആ ഫോൺ കോളുകൾ നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് ഈ 18 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കലാണ്. അതായത് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പെൻഷൻ പറ്റിയവർ അവർ മാറി മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഒരു കുടുംബത്തിന്റെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്ന ഫോൺ കോള്, അതായത് ഇയാളെന്താ വെച്ചാൽ 10-18 വർഷമായില്ലേ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോഴും ആരും പിടിക്കൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഒരു ഫോൺ കോള്, ആ ഫോൺ കോള് വന്നത് സ്വന്തം അമ്മയ്ക്കാണ്. അങ്ങനെ പോലീസ് ആ ഫോൺ കോളിൽ പിടിച്ച് കയറുകയാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പൊക്കിയത് കർണാടകയിൽ നിന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2 ഇരട്ട കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ പട്ടാളക്കാർ, അവന്മാർ പോയിട്ടും ഇതുപോലെ കല്യാണം കഴിച്ച് നല്ല സുഖത്തിൽ നല്ല തമിഴ്നാട്ടിൽ ജീവിച്ചു വരവേ ഒരേ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതല്ലേ, കൃത്യമായിട്ട് പിടികൂടിയില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് കുറുപ്പിന്റെ വീട്ടുകാരെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിരീക്ഷണം നടത്തുന്നുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് യാതൊരു ഗുണവുമില്ല. നമ്മുടെ നികുതി പണം എന്താ പറയുക ഇട്ടിട്ട് ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ തീറ്റിച്ചിട്ട് ഇനി എന്ത്, ചിലപ്പോഴും ഇനിയിപ്പം സുകുമാരക്കുറുപ്പ് പിടികൊടുക്കും. കാരണം എന്താ അറിയാ, ഈ 80 വയസ്സോളം പ്രായമുള്ള സുകുമാരക്കുറുപ്പിന് അറിയാം ഇനി നിന്നാലും ഇത്ര, ഇനി അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം വേണം, അതല്ലേ ഉണ്ടാവുക. അതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കൊലപാതകം, അയാൾ ജയിലിലായിരിക്കുന്നത് 64-ാം വയസ്സിലാണ്. ഇനിയിപ്പോഴെന്താ, അയാൾക്ക് തോന്നി അത്യാവശ്യം ശമ്പളവും ചാപ്പാടെല്ലാം കിട്ടും, സുഖമെല്ലാം അനുഭവിച്ചു, ഇനിയൊരു കാര്യം ചെയ്യാം, ഇനി വയസ്സാം കാലത്ത് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അത്രയല്ലേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ പുറകെ പോകാതെ വേറെ വല്ല ജോലിക്ക് പോ. അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഈ രത്നമ്മയുടെ വാക്കും കേട്ടിട്ട് ഇതിന്റെ പുറകെ ആരും പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, രത്നമ്മക്ക് പറയാനുള്ള കുറച്ച് കാര്യവും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൽ ഏതാണ്ട് 10-42 വർഷമായിട്ട് പോലീസും ഇന്റലിജൻസും ഒക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും സജീവമായി വരുന്നു. അദ്ദേഹത്തെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് ജാർഖണ്ഡിൽ വെച്ചാണ്. അന്ന് അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള രത്നമ്മയാണ് അദ്ദേഹത്തെ അവസാനമായിട്ട് കണ്ടത്. അവിടെ ഒരു ചികിത്സാർത്ഥം അദ്ദേഹം എത്തിയതായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ പെട്ടെന്ന് പോവുകയായിരുന്നു. ഇപ്പം ഈ രത്നമ്മ ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഹരിപ്പാട് സ്വദേശിയാണ്. ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതമാണ്. എന്താണെന്ന് സംഭവിച്ചത് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ അന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഐസിയുയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സീനിയർ ചേച്ചിമാർ വന്ന് ഹോസ്റ്റലിൽ സംസാരിച്ച്, എടി ഇങ്ങനെ ഒരാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, 18 ഭാഷ അറിയാമെന്ന് പറഞ്ഞു, ഭാര്യ നേഴ്സാ, മലയാളമൊക്കെ അറിയാം, ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ വാർഡിൽ ഐസിയിൽ പോയി അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അത് സുകുമാരക്കുറുപ്പാണെന്നുള്ള ഉറപ്പാണ്?
സംസാരത്തിൽ നിന്നും എൻ്റെ സംസാരത്തിൽ നിന്നും പുള്ളിക്ക് മനസ്സിലായി. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെയാണെന്നുള്ള ഒരു കൺഫർമേഷൻ. എനിക്ക് കൺഫേം അദ്ദേഹം തന്നെയായിരുന്നു, ഒരു സംശയം. ചേച്ചിയുടെ നാട്ടിലെവിടെ? എൻ്റെ വീട് ചെറിയനാട്. അപ്പൊ സുകുമാരക്കുറുപ്പിന്റെ വീടിന്റെ അടുത്ത് തന്നെ, അധികം ദൂരം. നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്? നാട്ടിൽ വെച്ച് ഒറ്റ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഒരു ദിവസം. അവിടെ എന്താ അസുഖമായിട്ട് അദ്ദേഹം വന്നത്? ഈ സംഭവം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടത്. ഈ കൊലപാതകം. അപ്പൊ അദ്ദേഹം അന്ന് അവിടെ വന്നത് എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്? ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആയത്. ജോഷി എന്ന പേരിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. ICUവിൽ അഡ്മിറ്റ് ആയത്. എവിടെയോ ഒരു ചെറിയൊരു തകരാറ്. അതായത് അന്ന് കണ്ട സംഭവം ഇത്രയും കാലം മറച്ചു വെച്ച ഇത് കേൾക്കാൻ പോയ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് സുകുമാരക്കുറുപ്പ് ഇപ്പോൾ അവിടെ ഉണ്ടാവും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും സുകുമാരക്കുറുപ്പ്. മിക്കവാറും അയാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതായത് പിന്നെ ഈ വാർത്തയൊക്കെ കണ്ടിട്ട് സുകുമാരക്കുറുപ്പ് ഇനിയിപ്പോൾ എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വെക്കലല്ലേ. സുകുമാരക്കുറുപ്പ് ഇപ്പം പറയുന്നുണ്ടോ എന്നെ പിടിച്ചോ വന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഏടിയും പോയിട്ടില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ. നടക്കട്ടെ നിങ്ങളെ കാലല്ലേ, അവരുടെ കാലല്ലേ, നടക്കട്ടെ. അന്നാണെങ്കിൽ പോലീസിലൊരു ജോലിയെങ്കിലും കിട്ടിയാനെ, അത് നിങ്ങൾ ആലോചിച്ചു. അതായത് ഇതിൻ്റെയൊക്കെ ബേളത്തിൽ സുകുമാരക്കുറുപ്പിനെ പിടിച്ചു കൊടുത്ത ആ ഒരു യുവതി അല്ലെങ്കിൽ ആ ഒരു സമയത്താണെങ്കിൽ ഇവർക്കൊരു പോലീസിലൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ റിട്ടയർഡ് ആയിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ പെൻഷനും വാങ്ങിയിരിക്കാമായിരുന്നു. ഇതിപ്പോഴും വെറുതെ ആയല്ലോ സഹോദരിയെ, എന്നാലും ബെയിമായിട്ടാ.